സ്പോട്ട് ലൈവ് തുടരുന്നു. വിജിലൻസിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ശകാരം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്താണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഈ മാസം 12-ന് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എന്നായിരുന്നു വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് കോടതി വിജിലൻസിനെ ശകാരിച്ചിരിക്കുന്നത്. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഈ MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഇത് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയതനുസരിച്ചും കൃത്യമായും വിജിലൻസിന് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്താണ് കോടതി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ടോം, MR അജിത് കുമാറിന് ഒരു പരിധിവരെ അനുകൂലമാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു കാര്യമാണ് കോടതി ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മാസം 12-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ ശാസനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് സർക്കാരിന് കൈമാറുകയും ആ റിപ്പോർട്ട് കോടതിയിലെത്താതിരിക്കുകയും ചെയ്യുന്നു. അജിത് കുമാറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് സംസ്ഥാനം അയച്ചിട്ടുണ്ട്. അടുത്ത പോലീസ് മേധാവി ആകുന്നവരുടെ പട്ടികയാണ്, ആകാൻ യോഗ്യരായവരുടെ പട്ടികയാണ്. അതിൽ അജിത് കുമാറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിജിലൻസ് കേസ് ഇങ്ങനെ നിലനിന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. വിജിലൻസ് കേസ് നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് പോലീസ് മേധാവിയാകാൻ കഴിയില്ല. അദ്ദേഹമാകുമെന്ന ഉറപ്പില്ല. വളരെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ. കാരണം ഈ 6 പേരിൽ തന്നെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ വരാനുള്ളൊരു സാധ്യത കുറവാണ്. എങ്കിൽ തന്നെയും ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും വെച്ചു പുലർത്തണമെങ്കിൽ ഈ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ എത്തുകയും കോടതി അത് അംഗീകരിക്കുകയും വേണം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് നേരത്തെ PV അൻവർ ഉന്നയിച്ച കുറെ അധികം ആരോപണങ്ങളുണ്ട്. ഇക്കാര്യങ്ങളടക്കമാണ് വിജിലൻസ് പരിശോധിച്ചത്. ഈ ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. അതായത് കവടിയാറിലെ വീട് നിർമ്മാണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമില്ല, അങ്ങനെ ഏതെങ്കിലും വരുമാനം ഉണ്ടാക്കിയതായി തെളിവില്ല. അതോടൊപ്പം തന്നെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടില്ല. അങ്ങനെ സ്വത്ത് സമ്പാദനത്തിൽ ഏതെങ്കിലും വഴിവിട്ട മാർഗത്തിലൂടെ അജിത് കുമാർ സഞ്ചരിച്ചിട്ടില്ല. വായ്പയെടുത്താണ് വീട് വയ്ക്കാനുള്ള പണം കണ്ടെത്തിയതെന്ന് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ഇത് സർക്കാരിന് നൽകിയ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് വിജിലൻസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല. അത് എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം കൂടി ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. കാരണം ടോമിൻ ജെ തച്ചങ്കരി നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയാകും എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇടതു സർക്കാരുമായി വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അന്ന് സുദേശ് കുമാർ വിജിലൻസ് മേധാവിയായിരുന്നു. സുദേശ് കുമാർ ഒരു അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുകയും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊരു പരാതിയും അന്വേഷണവുമാണ് തച്ചങ്കരിക്കെതിരെ ഉണ്ടായിരുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യത ഇല്ലാതായി പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഏതായിരുന്നാലും അജിത് കുമാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ അജിത് കുമാറിനെതിരെയുള്ള നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി K രാജൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ വീണ്ടും അജിത് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള മൊഴി തന്നെയാണ് അദ്ദേഹം നൽകിയിരുന്നത്. തുടർച്ചയായി ഈ പൂരം അലങ്കോലപ്പെടുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി വിളിച്ചെങ്കിലും ഔദ്യോഗിക ഫോണോ സ്വകാര്യ ഫോണോ എടുക്കാൻ അജിത് കുമാർ കൂട്ടാക്കിയില്ല എന്ന കാര്യമടക്കമുള്ള വിഷയങ്ങൾ ഒരു വശത്ത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ സർവീസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വിജിലൻസ് കേസ്. ഏതായിരുന്നാലും അത് കോടതിയിൽ സമർപ്പിക്കാതെ എന്തുകൊണ്ട് വിജിലൻസ് സംഘം നീട്ടിക്കൊണ്ടു പോകുന്നു എന്നൊരു ചോദ്യം കൂടി നേരത്തെ ഉയർന്നു വന്നിരുന്നു. സർക്കാർ അത് വഹിക്കുകയാണോ, അല്ലെങ്കിൽ അജിത് കുമാറിനെ ഒപ്പം നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ റിപ്പോർട്ട് കോടതിയിലെത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആ ഒരു സാഹചര്യത്തിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. 12-ന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് കോടതി വിജിലൻസിന് നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ബ്ലോഗർ ആറാട്ടണൻ എന്ന സന്തോഷ് വർക്കിക്ക് ജാമ്യം. നടിമാരെ അപമാനിച്ച സംഭവത്തിലാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. സന്തോഷ് വർക്കിക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് കോടതി താക്കീതും നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രസ്താവന നടത്തരുതെന്നും കോടതി പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, ഈ പതിവായി സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്നൊരു പ്രവണത ബ്ലോഗർ ആറാട്ടണ്ണനുണ്ട്. എന്നാൽ ഇത്തവണ പക്ഷെ കർശനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി, അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉപാധികളോടെയാണ് ജാമ്യം? ടോം,
വീണ്ടും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് കോടതി സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണന് ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രവണതകൾ സന്തോഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമ മേഖലയിലുള്ള സ്ത്രീകൾ മോശം സ്വഭാവക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു ആറാട്ടണ്ണൻ പോസ്റ്റ് ചെയ്തത്. അതേ തുടർന്നായിരുന്നു വലിയ പ്രതിഷേധമായിരുന്നു അതേ തുടർന്നുണ്ടായത്. അതേ തുടർന്ന് ഉഷ ഹസീന അതുപോലെ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവരൊക്കെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബ്ലോഗർ ആറാട്ടണ്ണന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് സ്പോട്ട് ലൈവിന് പോകുന്നു. സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായി ശസ്ത്രക്രിയ നടത്തിയ യുവതിക്ക് നഷ്ടമായത് കൈയിലെയും കാലിലെയും വിരലുകൾ. അടിവയറ്റിലെ കൊഴുപ്പ് മാറ്റാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നീതുവിനാണ് ദുരനുഭവം ഉണ്ടായത്. തിരുവനന്തപുരം അരശമുട്ടിലെ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ അവശ നിലയിലാണ്. ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞത് ബന്ധുക്കളടുത്ത് അറിയിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ 2% ഉള്ളൂ റീ ഓപ്പൺ ചെയ്താൽ രക്ഷപ്പെടുന്നത്. ഞങ്ങൾക്ക് 2% വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് ഡോക്ടർ വന്നു പറഞ്ഞു രാത്രി ഒരു 3 മണിയാവും. 3 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു മിഷ്യൻ്റെ സഹായത്തോടെ BP തിരിച്ച് കിട്ടിയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ കണ്ണ് തുറന്നു. സംസാരിക്കില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ കാണുന്നത് കൈയും കാലും ഒക്കെ കറുത്ത് വയറും ഒക്കെ കറുത്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ BP കുറവായതുകൊണ്ട് രക്തയോട്ടം നിലച്ച് അവിടെ കോട്ടിംഗ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാലക്രമേണ 22 ദിവസം ICUയിൽ കിടന്നു, വെന്റിലേറ്ററിൽ ആയിരുന്നു. 36 ദിവസം അന്ന് മൊത്തം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനിടയ്ക്ക് വയറ് പഴുത്ത് ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അതും വെച്ചുകൊണ്ടാണ് കുട്ടി കിടന്നത്. അത് കുട്ടി തന്നെ ചേർക്കാൻ പറ്റില്ല, തൊലികളൊന്നുമില്ല. അതുകൊണ്ട് 36 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു ഇപ്പോൾ മെഡിസിൻ ഒന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോസ്പിറ്റൽ എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനുശേഷം അന്വേഷിച്ചപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് വേണം. അത് നിലവിൽ ആ സ്ഥാപനത്തിനില്ല. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ തിരുവനന്തപുരം അരശുമുട്ടിലെ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഈ രീതിയിലുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. ഈ യുവതിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കാരണം ഈ രീതിയിൽ ഒരു ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണോ, കൃത്യമായ യോഗ്യതകളോടുകൂടി ഉള്ള ഡോക്ടർമാരാണോ ഇതൊക്കെ ഈ ചികിത്സയൊക്കെ നടത്തുന്നത്? അങ്ങനെയല്ല എന്ന് വേണം കരുതാൻ. കാരണം യുവതിയുടെ ആരോഗ്യം ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. സാധാരണ രീതിയിൽ കോസ്മെറ്റിക് സർജറികൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യേണ്ട ചില ചികിത്സകൾ കൂടിയുണ്ട്. പക്ഷേ അതിന് തയ്യാറാകാതെ യുവതി അവർ തൊട്ടടുത്ത ദിവസം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. വീട്ടിലെത്തുമ്പോഴാകട്ടെ വലിയ ക്ഷീണം അനുഭവപ്പെട്ട കാര്യം ഡോക്ടറെ തെളിയിച്ചപ്പോൾ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാനാണ് നിർദ്ദേശം നൽകിയത്. അതിനുശേഷം യുവതിയുടെ ആരോഗ്യത്തിൽ രാത്രി വീണ്ടും വഷളായി. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവർ ആദ്യം പറഞ്ഞത് അവിടുന്ന് പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതായത് കുടുംബത്തിന്റെ കൂടി അനുമതി ഇല്ലാതെയാണ് മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ മാറ്റിയത്. അവിടെ എത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ ആഴ്ചകളോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇവർ ജീവൻ നിലനിർത്തിയത്. അതിനുശേഷം ഈ മുറിവ് വീണ്ടും തുറക്കേണ്ടി വന്നു. സർജറി ചെയ്ത അടിവയറ്റിലെ മുറിവ് വീണ്ടും തുറക്കേണ്ടി വന്നു. അതും കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയും ഒടുവിൽ അണുബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. അണുബാധ കൂടി വന്നതോടുകൂടി ഇവരുടെ വിരലുകൾ ഇടത് വശം തളർന്നു പോകുന്ന അവസ്ഥ, അവിടേക്ക് രക്തയോട്ടമില്ലാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഇടതു കാലിലെ 5 വിരലുകളും ഇടതു കൈയിലെ 4 വിരലുകളും മുറിച്ചു മാറ്റേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നലെയാണ് ആ സർജറി നടന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കുട്ടി ആശുപത്രിയിൽ തുടരുകയാണ്. ഈ ആശുപത്രിക്ക് മറ്റ് ലൈസൻസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. കാരണം പേട്ടയിൽ നേരത്തെ ആശുപത്രി തുടങ്ങിയിരുന്നു, അവിടെ അത് പൂട്ടിപ്പോയി. അതിനുശേഷമാണ് അരശുമൂടിൽ വീണ്ടും ഈ ആശുപത്രിയുടെ മറ്റൊരു സ്ഥാപനം, മറ്റൊരു ബ്രാഞ്ച് തുടങ്ങിയത്. അവിടെയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായതായ പരാതിയും വരുന്നത്. ഏതായാലും ഈ സർക്കാരിന് എല്ലാ തലങ്ങളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും
ഈ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. അവിടെയൊക്കെ ഇനി വരേണ്ടത് കൃത്യമായി പ്രധാനമായും മെഡിക്കൽ ബോർഡ് കൂടി വേണം, DMO മെഡിക്കൽ ബോർഡ് കൂടി വേണം ഈ ചികിത്സയിൽ പിഴവുണ്ടായോ എന്നൊക്കെ കണ്ടെത്തേണ്ടത്. ആ നടപടികൾ ഇതുവരെ മുന്നോട്ട് പോകുന്നില്ല. പോലീസും അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ ഉടമയെ കസ്റ്റഡി എടുക്കാനോ ഒന്നും തയ്യാറായിട്ടുള്ള പരാതിയും കുടുംബത്തിലുണ്ട്. ഏതായാലും 4.5 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് ഈ പെൺകുട്ടിക്ക് ഉള്ളത്. ആ കുട്ടികളുടെ ജീവിതവും വലിയ കഷ്ടത്തിലാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സൗന്ദര്യ വർദ്ധക ചികിത്സയ്ക്കായി ശസ്ത്രക്രിയ നടത്തിയ യുവതിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കുടുംബം പോലീസിനും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ യാതൊരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കർശനമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. ഇനി പൂരം പ്രത്യേക പരിപാടിയുമായി അശ്വതി പിള്ള ചേരും. നമസ്കാരം. സ്വർണ്ണമുഖി ഒരു ചെറിയ കുട്ടി 14 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു ദുർബലനായ ഒരു കുട്ടിയോട് ഇത്രയും പക മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിധിയിൽ തൃപ്തനാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായൊരു തൃപ്തിയില്ല, എങ്കിലും സമൂഹത്തിനൊരു സന്ദേശം എന്ന നിലയിൽ ഈ വിധിയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. കള്ളസാക്ഷികളെ 2-3 പേരെ പ്രതിഭാഗം ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അതൊക്കെ സ്വാഭാവികമായിട്ട് വിചാരണയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും പ്രോസിക്യൂഷൻ വിനീത് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രൂപത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്തു. അതോടൊപ്പം കുറ്റം അന്വേഷിച്ച CI ഷിബു സാർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ എഫർട്ടാണ് ഈ കേസ് വിജയത്തിലേക്ക് നയിച്ചത്. നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി വന്ന ശേഷം പിതാവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ആദിശേഖർ എന്ന 15-കാരനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപിയുടെയും മകനായ ആദിശേഖറിനെ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിഴത്തുക ആദിശേഖറിന്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. CCTV ദൃശ്യമാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ തെളിവായത്. CCTV ദൃശ്യം കിട്ടിയത് കൊണ്ടാണ് ഇത് ആ പ്രതി 27 മിനിറ്റ് കാത്തുനിന്ന് ഒരു കാരണവും കൂടാതെ അവിടെ കാത്തുനിന്ന ശേഷം കുട്ടിയെ കയറ്റിയിറക്കി ഇടിച്ചു കൊന്ന് വാഹനം കയറ്റിയിറക്കി കൊണ്ടുപോയതായിട്ട് CCTV ദൃശ്യത്തിലാണ് തെളിഞ്ഞത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും അത് കിട്ടി. കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ആക്ച്വലി അതൊരു കോടതിക്ക് തന്നെ നേരിട്ട് കാണും പോലെ ഈ ദൃശ്യം കണ്ടു എന്ന്. കാരണം കോടതിയിൽ ഇത് ഈ CCTV ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെന്റിന്റെ സമയത്ത് എന്റെയും അതുപോലെ പ്രതിഭാഗത്തിന്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു എന്ത് ആർഗ്യൂ ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിലുണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഏറെ നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകം, അത് അന്നത്തെ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ കേസിലിപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ്, കഠിന തടവ് ശിക്ഷയാണ് പ്രതിക്ക് വിധിച്ചിരിക്കുന്നത്. കുടുംബവും പ്രോസിക്യൂഷനും ഈ ശിക്ഷാവിധിയോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? വിശദാംശങ്ങൾ. ടോം, 2023 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഓഗസ്റ്റ് 30 ഈ കൊലപാതകം നടക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ 15-കാരനോടുള്ള വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം, അതായത് ഈ കൊലപാതകത്തിന് ഇടയാക്കിയ സംഭവം ക്ഷേത്ര പരിസരത്ത് പ്രതി മൂത്രമൊഴിക്കുന്നു. ഇത് ഈ കുട്ടി ചോദിച്ചു. അവർ കളിക്കുന്ന ഗ്രൗണ്ടാണ്. അവർ ഈ പന്തൊക്കെ വെക്കുന്നത് അമ്പലവുമായി ചേർന്നിട്ടുള്ള ഒരു ഓഫീസ് റൂം പോലുള്ള ഒരു കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിന് സമീപത്താണ് ഇയാൾ മൂത്രമൊഴിക്കുന്നത്. ഇത് കുട്ടി ചോദ്യം ചെയ്തു. എന്തിനാണ് ഇത്രയും മുതിർന്ന ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ പരസ്യമായി ചെയ്യുന്നതെന്ന ഒരു കാര്യം ഈ 15-കാരൻ ബന്ധു കൂടിയായ പ്രതിയോട് ചോദിക്കുകയാണ്. ഇതിൽ വൈരാഗ്യം ഉണ്ടാവുകയും പിന്നീട് 1 മാസം കഴിയുമ്പോൾ ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. കൈ പിടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ തന്നെ ബന്ധുവായ ഒരു മുതിർന്ന സ്ത്രീ ആ വഴി കടന്നു വരികയും അവർ ഇത് കാണുകയും ചെയ്തു.
അവരെ കണ്ടതുകൊണ്ട് മാത്രം പ്രിയരഞ്ജൻ അന്ന് ഈ കുട്ടിയെ ആക്രമിക്കാനുള്ള ആ ഒരു നീക്കത്തിൽ നിന്ന് മാറി. പിന്നീട് ഈ കേസിന്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ഈ സംഭവവും കുട്ടിയോട് ഇയാൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് സഹായിച്ചു. അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായത്, അങ്ങനെ ഒരു സംഭവം നടന്നത്. പിന്നെയും 2 മാസം കഴിയുമ്പോഴാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. അത് വളരെ കൃത്യമായിരുന്നു. ടോം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ സ്ഥലത്ത് പോയി നമ്മൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ അമ്പലത്തിനോട് ചേർന്ന ഈ പറയുന്ന കെട്ടിടത്തിൽ ഒരു CCTV സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇത് പ്രതി മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ഒരു വിജനമായ പ്രദേശമാണ്, അധികം ആളുകളില്ലാത്ത ഒരു സ്ഥലമാണ്. ഒരു വശത്ത് തോടും കാട് കയറിയ സ്ഥലവുമാണ്, മറുവശത്ത് അമ്പലമുണ്ട്. അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തും മറ്റ് വീടുകളൊന്നും തന്നെ ഇല്ല. കുറച്ച് മാറിയാണ് പിന്നെ വീടുകളുള്ളത്. ഈ ഭാഗത്തൊരു CCTV ഉണ്ടാകുമെന്ന കാര്യം പ്രതിയും ഓർത്തില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദൈവത്തിന്റെ ഇടപെടൽ എന്ന് ആ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു ദൃശ്യമുണ്ടായത്. കാരണം ഈ കുട്ടി അപകടത്തിൽപ്പെടുന്നു, പിന്നീട് മരിച്ചു, ആശുപത്രിയിൽ എത്തിക്കുന്നു, മരണം സംഭവിക്കുന്നു. അതുവരെയും ഇതൊരു സാധാരണ വാഹനാപകടത്തിൽ സംഭവിച്ച മരണം എന്ന വിചാരത്തിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അവർക്ക് ചില സംശയങ്ങൾ തോന്നുകയും ഈ CCTV ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് പരിശോധിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇതിലെ അസ്വാഭാവികത മനസ്സിലാകുന്നത്. പ്രിയരഞ്ജൻ ഏതാണ്ട് ആ കൊലപാതകം നടക്കുന്നതിനും അരമണിക്കൂർ മുൻപ് തന്നെ അവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. ഈ വാഹനത്തിലിരിപ്പുണ്ട്. ഈ കളി കഴിഞ്ഞ് കുട്ടികൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ കുട്ടിയും പുറത്തേക്ക് വരുന്ന വഴിക്ക് സൈക്കിളിൽ സഞ്ചരിക്കുകയാണ്. ഈ സമയത്താണ് ഇയാൾ കാർ സ്റ്റാർട്ടാക്കുകയും അമിത വേഗത്തിൽ, ഒരു ചെറിയ റോഡാണ്, കാരണം ആ റോഡിലൂടെ അത്രയും വേഗത്തിൽ ഒരു വാഹനം പോവുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മാക്സിമം സ്പീഡിൽ ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഈ വാഹനം മുന്നിലേക്ക് നിർത്തിയിടുകയാണ്. അത് ചെറിയൊരു റോഡാണ്, 4-5 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ റോഡാണ്. രണ്ടാമതൊരു വണ്ടി വന്നാൽ കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറിയ റോഡാണ്. ആ റോഡിൽ ഈ വാഹനം കുറച്ചുകൂടി മുന്നേക്കിടുന്നു. പിറകിൽ മറ്റൊരു വാഹനം വന്നു. ആ വാഹനത്തിലാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മുന്നിൽ പോയ അപകടമുണ്ടാക്കിയ പ്രതി ഓടിച്ചിരുന്ന വാഹനം അപ്പോഴും റോഡിൽ നിന്ന് മാറ്റാതെ മാർഗതടസ്സം സൃഷ്ടിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് കുട്ടി മരിക്കണം എന്ന് ഇയാൾ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി ഈ മാർഗ തടസ്സം കൂടി സൃഷ്ടിക്കുന്ന നിലയുണ്ടായി. പിന്നീട് വശത്തുകൂടിയാണ്, ആ പറമ്പിലേക്ക് കയറിയാണ് ആ കാർ, രണ്ടാമത്തെ കാർ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോകുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഇത് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ ഇയാൾ വാഹനം ഉപേക്ഷിച്ച് കടന്നുകളയുകയാണ്. തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തുടർന്ന് ഇയാളെ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പോലീസ് പിടികൂടുകയാണ്. ഇയാളുടെ മനോനില സംബന്ധിച്ച് വളരെ ഒരു വിചിത്രമായ കാര്യം എന്ന് തന്നെ പറയാം. കാരണം 15 വയസ്സുള്ള ഒരു കുട്ടി ഈ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ മാസങ്ങളോളം ആ കുട്ടിയോടുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കുകയും ഒരു കൊല നടത്തുക എന്ന നിലയിലേക്ക് അയാൾ എത്തുകയും ചെയ്തു എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ് പ്രതി. പ്രിയരഞ്ജൻ നേരത്തെ കാട്ടാക്കട പൂവച്ചലിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് നഗരത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. വിവാഹിതനാണ്. ഭാര്യ വിദേശത്തായിരുന്നു. ഇയാൾ ഇടയ്ക്ക് വിദേശത്ത് പോയി വരുന്ന രീതി ഉണ്ടായിരുന്നു. പൂവച്ചലിലേക്ക് ഇടയ്ക്ക് വന്നു പോയിരുന്നു. കാരണം അവിടെയുള്ള സുഹൃത്തുക്കളെ കാണുന്നതിനും അവരുമായി മദ്യപിക്കുന്നതിനുമൊക്കെ തന്നെ അവിടെ വന്നു പോയിരുന്നു. അങ്ങനെ നിരന്തരം അവിടെ എത്തി മദ്യപിച്ചിരുന്ന ഒരാളാണ്. ഈ കൊലപാതകം നടത്തുമ്പോഴും ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും ഇയാൾ സ്ഥിരമായി തീർച്ചയായും അതുതന്നെയാണ് കുടുംബം ഈ വിധിക്ക് ശേഷം ആദിശേഖരന്റെ കുടുംബവും പ്രതികരിച്ചത്. പ്രതി ലഹരിക്കടിമയാണ്, പതിവായി മദ്യപിക്കുന്നയാളാണ്. പക്ഷേ ഈ കുടുംബത്തിന്റെ ഒരു പ്രതികരണം, അവർ ഈ വിധിയിൽ അത്ര തൃപ്തരല്ലല്ലോ വിനോദ്. പ്രോസിക്യൂഷനും മികച്ച രീതിയിൽ കേസ് കൈകാര്യം ചെയ്തു, പോലീസിന്റെ ഭാഗത്ത് മികച്ച അന്വേഷണം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ജീവപര്യന്തം ശിക്ഷയിൽ ആദിശേഖരന്റെ കുടുംബം, ആദിശേഖരന്റെ അച്ഛൻ നേരത്തെ അരുൺകുമാർ നേരത്തെ പ്രതികരിച്ചത് വിധിയിൽ അത്ര തൃപ്തരല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതിനെതിരെ അവർ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരുന്നു കുടുംബത്തിന്റെ ഒരു ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ട്? അപ്പം സ്വാഭാവികമാണ്, ഒരു കുട്ടി കൊല്ലപ്പെടുകയാണ്. അവർക്ക് അവരുടെ കുഞ്ഞ് 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ്. തീർച്ചയായും തൂക്കുകയർ തന്നെയാകും ആ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. ആ ബന്ധുക്കൾ, നാട്ടുകാർ എല്ലാം തന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത ആളിന് തൂക്കുകയർ കിട്ടണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ മാതൃകാപരമായ ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രോസിക്യൂഷൻ അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദിശേഖരന്റെ പിതാവും അക്കാര്യം തന്നെയാണ് പറയുന്നത്. സമൂഹത്തിന് സന്ദേശമാകുന്ന ഒരു വിധി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും തൃപ്തി ഇല്ല. ഒരുപക്ഷെ അവരിനി ഈ വിധിക്ക് മുകളിൽ ഒരു ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി
മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അക്കാര്യം അവർ പറയുന്നില്ല. ഏതായിരുന്നാലും മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിച്ചു എന്ന് തന്നെയാണ് കുട്ടിയുടെ പിതാവും പറയുന്നത്. മറ്റ് മൂന്ന് കുട്ടികൾ ഈ കേസിൽ നൽകിയ മൊഴി അത് വളരെ നിർണായകമായി. 3 കുട്ടികൾ ഈ ആദിശേഖരനോടൊപ്പം തന്നെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടുവന്നവരാണ്. അവരാണ് ഈ അപകടം കാണുന്നത്. ഈ കുട്ടികൾ നൽകിയ മൊഴി, കേസുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി വളരെ നിർണായകമായി വിചാരണയുടെ ഘട്ടത്തിൽ ചില കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പ്രതിഭാഗം ശ്രമിച്ചുവെന്ന ആരോപണം പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. ചിലർ മൊഴി മാറ്റാനുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ ഇതിന്റെ പുറകിൽ ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ ഈ സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം. സ്വാഭാവികമായി നടന്ന ഒരു ആക്സിഡന്റ്, ഒരു വാഹനാപകടം എന്ന് വിചാരിക്കാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരികയായിരുന്നു. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് ഇന്നത്തെ 6ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങേറ്റം ക്രൂരത നിറഞ്ഞ ആ കാഴ്ചകൾ ഇപ്പോഴും കണ്ടു നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭീകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ഈ കേസിലെ പ്രതി ആ കുഞ്ഞിനെ, ഒരു 14-കാരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ സെലിബ്രിറ്റികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ പ്രധാനികൾ ആരൊക്കെയാണ്? കൊച്ചിയിൽ സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിൽ ഇടനിലക്കാരനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് എക്സൈസ്. കഞ്ചാവ് വിതരണം ചെയ്ത കൊച്ചി സ്വദേശിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിനെ ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരാഴ്ച മുൻപാണ് സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് മൂന്നംഗ സംഘത്തെ, സിനിമാ മേഖലയിലെ 3 സംഘത്തെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത്. ഇന്നലെ സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പക്ഷെ ഇവർക്ക് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയ വ്യക്തി ആരാണ് എന്ന് എക്സൈസ് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? അയാളിലേക്ക് അന്വേഷണം ഉടൻ തന്നെ എത്താൻ കഴിയുമോ? ടോമി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിന് ഇതുവരെയും ഇയാളുടെ ഒരു പൂർണ്ണമായ അയാളെ ട്രാപ്പ് ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് എക്സൈസ് സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ പങ്കുവയ്ക്കാത്തതായിരിക്കാം. പക്ഷേ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുന്നു എന്ന രീതിയിലുള്ള മറുപടി മാത്രമാണ് എക്സൈസ് സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ മറുഭാഗത്ത് ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഛായാഗ്രഹനും സംവിധായകനുമായ സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ കഞ്ചാവ് എത്തിച്ച് നൽകിയ ഇയാൾ കൊച്ചി സ്വദേശിയാണ് എന്ന കാര്യം മാത്രമാണ് ഇവർക്ക് അറിയാവുന്നത്. ഇയാളെക്കുറിച്ച് കൃത്യമായ വിവരം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സംവിധായകർ അവർക്കും അറിയില്ല. അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെടുത്തിയ ഒരു ഇടനിലക്കാരനുണ്ട്, ഇയാൾക്കും കൃത്യമായ ഒരു വിവരങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത്. ഇയാളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ, കോണ്ടാക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് കൃത്യമായ ഒരു ട്രാക്കിങ്ങിലേക്ക് പോകാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നുണ്ട്. എക്സൈസ് സംഘം സംശയിക്കുന്നത് ഇയാൾ തന്നെയാണ് ഈ ഒരു സെലിബ്രിറ്റി ലെവലിൽ വലിയ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവുകൾ നക്ഷത്ര ഹോട്ടലുകളിലും ആഡംബര ഫ്ലാറ്റുകളിലും എല്ലാം തന്നെ എത്തിച്ചു നൽകുന്ന ശൃംഖലയിൽ ഏറ്റവും പ്രധാനിയായ ഒരാൾ ഇയാൾ തന്നെയാണ് എന്നതാണ് എക്സൈസ് കണക്ക് കൂട്ടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർക്ക് നേരത്തെയും കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് പലർക്കും എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അറിയണമെങ്കിൽ ഇയാളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. പോലീസിന് എക്സൈസിന് മറ്റൊരു സംശയമുള്ളത് ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായിട്ട് ഇയാൾക്ക് ഈ കണ്ണി നിൽക്കുന്ന ആൾക്ക് നേരിട്ട ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള ചോദ്യം ചെയ്യലിൻ്റെയും മൊഴികളുടെയും വിശദാംശങ്ങളടക്കം ഇവർ എക്സൈസ് ശേഖരിക്കുകയും അതിൻ്റെ ഒരു പരിശോധനകളെല്ലാം തന്നെ നടക്കുകയും ചെയ്തു. ഈ കേസിൽ കഴിഞ്ഞ ദിവസം ഈ ഫ്ലാറ്റ് ഉടമയായ വാടകയ്ക്ക് എടുത്തിരുന്ന ഈ സമീർ താഹിറിനെ പോലീസ് എക്സൈസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഈ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം സെക്ഷൻ 25 പ്രകാരമാണ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്.
തനിക്ക് ഈ സംവിധായകർ മയക്കുമരുന്ന്, അത് കഞ്ചാവോ ഉപയോഗിക്കുന്ന കാര്യമോ അവർ നേരത്തെ ഉപയോഗിക്കുന്ന കാര്യം ഇതൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അയാളുടെ മൊഴി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ വരുന്ന കാര്യം, ഫ്ളാറ്റിലേക്ക് വരുന്ന കാര്യം വിളിച്ചപ്പോൾ ആ മൊഴി, ഈ സമീർ താഹിറിന്റെ മൊഴി എക്സൈസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഡാനി? കാരണം നമുക്കറിയാം എക്സൈസ് കൃത്യമായും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കുറേ നാളുകളായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ സിനിമാ മേഖലയിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ലഹരി കേന്ദ്രങ്ങൾ ഒന്നാണ് ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റ് എന്ന് എക്സൈസിന് പല സംശയങ്ങളുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതും പിന്നീട് അവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇന്നലെ സമീർ താഹിറിനെ ചോദ്യം ചെയ്ത് അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഇനി എക്സൈസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം ഈ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിന്റെ കണ്ണികളിലേക്ക് എത്താൻ കഴിയുമെന്നാണോ എക്സൈസിന്റെ പ്രതീക്ഷ? ഇക്കാര്യത്തിൽ ഈ വിട്ടയച്ച 3 സംവിധായകരെയും അടക്കം ഇനിയും ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴിയുടെ വിശദാംശങ്ങളും കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ഫോണിൻ്റെ ഒരു കോൾ വിളിച്ച ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങളുടെ ഒരു ചുരുക്കം അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു പരിശോധന നടക്കുന്നുണ്ട്. കാരണം ഈ സമീർ താഹിർ പറയുന്നത് പോലെ തനിക്ക് ഇത് അറിയാമായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലല്ല കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുമാത്രവുമല്ല, നമ്മൾ നേരത്തെ പരാമർശിച്ച ഈ ഒളിവിലുള്ള കഞ്ചാവ് നൽകിയ ആളെ കേസിൽ കിട്ടേണ്ടതുണ്ട്. അയാളുടെ മൊഴി തന്നെയായിരിക്കാം ഈ കേസിലെ ഏറ്റവും വൈറ്റലായ കാര്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇയാൾ ആരൊക്കെയാണ് ഇയാളുടെ ഒരു ഇടപാടുകാർ, സ്ഥിരം ഇടപാടുകാർ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനെ ആശ്രയിച്ച് തന്നെയാണ് ഈ കേസിൻ്റെ ഗതി. ഈ സംവിധായകർ ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടവരുടെയും എല്ലാം തന്നെ കാര്യങ്ങൾ ആ ഒരു പിടിക്കപ്പെടുന്ന ആളുടെ മൊഴി അനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും ആൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം എക്സൈസ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ആ പ്രതി കാണാമറയത്താണ് എന്നതാണ്. കാരണം വലിയ ലഹരിക്കാരിലേക്ക് ചെല്ലാനായിട്ട് ഈ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് ലഹരി നൽകിയ ആളെ കണ്ടെത്താനായിട്ട് എക്സൈസിന് കഴിയാത്തത്. അപ്പോൾ ഏതായാലും ഇതിൽ വീണ്ടും അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വിട്ടയച്ച സംവിധായകരെയും ഛായാഗ്രാഹകരും എല്ലാം തന്നെയും വീണ്ടും വിളിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഉള്ളത്. തുടർ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അളവിൽ കുറവാണ് എന്നതാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യമായിട്ട് വരുന്നത്. എന്നാൽ പ്രധാന പ്രതി പിടിയാവുന്നതനുസരിച്ച് ഈ കേസിൻ്റെ സ്വഭാവം ഒരുപക്ഷെ മാറിയേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ സംവിധായകനായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിലേക്ക് എക്സൈസിന്റെ അന്വേഷണം എത്തിയത്. 3 അംഗ സംഘത്തെ, അതായത് 2 സംവിധായകരടക്കം 3 പേരെ അന്ന് എക്സൈസ് പിടികൂടിയിരുന്നു. ഇന്നലെ സമീർ താഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയ കണ്ണിയിലെ പ്രധാനിയിലേക്കാണ് ഇനി അന്വേഷണം നീങ്ങുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ വ്ളോഗർ ആറാട്ടണ്ണന് ജാമ്യം. ഇനി സ്ത്രീകളെ ഒരു രീതിയിലും അപമാനിക്കരുതെന്ന കർശന താക്കീതോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. വാർത്ത പരിശോധിക്കാം. ഇടവേള കഴിഞ്ഞു.